പുസ്തകം പബ്ലിഷ് ചെയ്ത് സാറൊക്കെ വന്നിരുന്നു. ആ പുസ്തകം ഇവിടെ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം. കാരണം നമ്മൾ ശരീരത്തിൻ്റെ എന്താണ് ഊർജം, അതെങ്ങനെയാണ് നമ്മൾ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്, അതെങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഈ 3 പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്തു. 4ാമത്തെ പുസ്തകം ഞാൻ എഴുതിയത്, അതായത് ഭാരതീയ ദർശനങ്ങളും യോഗ എന്നുള്ള പുസ്തകമാണ്. ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് സാറിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് എഴുതുന്നുണ്ട്. ഇതാണ് എന്നെക്കുറിച്ച് പഠനം നടത്തിയത്. പിന്നെ ശിവാനന്ദ യോഗ സെൻറ്റർ പാളയം, അവിടുത്തെ ഫാക്കൽറ്റിയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിലെ റിസോഴ്സ് പേഴ്സൺ. ഇത്രയാണ് ഈ രംഗം. പിന്നെ ഞാൻ സ്ഥിരം യാത്രയാണ്. ആ യാത്രയിൽ ആദ്യമായിട്ട് അത് മതി, സൗണ്ട് മതി. അപ്പോൾ ഹിമാലയം മുതൽ ആൻഡമാൻ, ശ്രീലങ്ക മുതലുള്ള എല്ലാ പ്രദേശങ്ങളും പോയി കണ്ടു. വിദേശയാത്ര എന്ന് പറഞ്ഞാൽ ദുബായിൽ 2-3 പ്രാവശ്യം പോയി. ചതുർത്ഥാം യാത്രയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഇവിടെ ഏൽപ്പിക്കാൻ ഞാൻ അത് പേര് കൊടുത്തിരുന്നതാണ്. അത് ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയുള്ള എന്നെ സംബന്ധിച്ചുള്ള കേദാർനാഥ്, ഋഷികേശ് അത് എല്ലാം യാത്ര ചെയ്തു. ഒരുപാട് ശിഷ്യസമ്പത്തുണ്ട്, അതുപോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ഗുരുസമ്പത്തുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കൊറോണ വന്നപ്പോൾ കൊറോണയെക്കുറിച്ച് സമഗ്ര ചികിത്സ, ആൾട്ടർനേറ്റീവ് മെഡിസിനിലൂടെ എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി. അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചില്ല. പ്രസിദ്ധീകരിക്കാത്ത കാരണം അന്ന് ആ പുസ്തകം വിൽക്കാനും നോക്കില്ല, പ്രോട്ടോകോൾ അനുസരിച്ച്. അപ്പോൾ ആ പുസ്തകം ഞാൻ PDF ആയിട്ട് പബ്ലിഷ് ചെയ്തു. എൻ്റെ കുറച്ച് കോപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ട്. മഹാരാഷ്ട്രയിൽ പോയി കൗൺസിലിങ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അക്യുപഞ്ചർ, അങ്ങനെ ഒരു അക്യുപഞ്ചറിൻ്റെയും അതുപോലെ തന്നെ അക്യുപ്രഷറിൻ്റെയും ചികിത്സ ചെയ്യുന്നുണ്ട്. വീട്ടിലെ യോഗ ക്ലാസ്സും അതുപോലെ തന്നെ ചെറിയ മർമ്മ ചികിത്സകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രംഗം. പിന്നെ 3ാമത്തെ പുസ്തകം അത് നിങ്ങൾ സാറിന് ഞാൻ ഏൽപ്പിക്കാം, ആവശ്യമുള്ളവർ കൊടുത്താൽ. നമ്മുടെ ശരീരത്തിലെ ഊർജ വ്യവസ്ഥയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ്സിൽ പരാമർശിക്കാം. അത് സമഗ്രമായൊരു പുസ്തകമാണ്. 6 കൊല്ലം 105 പുസ്തകങ്ങൾ, സാർ ഉൾപ്പെടെയുള്ള 56 ഗുരുക്കന്മാർ അവരിൽ നിന്നുള്ള ഉപദേശങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ആ പുസ്തകം ഇറക്കിയത്. അത് സ്റ്റൈലസ് അക്യുപഞ്ചർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അക്യുപഞ്ചർ സെൻറ്ററിലാണ് പബ്ലിഷ് ചെയ്തത്. സൂചിപ്പിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിലെ വ്യവസ്ഥയെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിക്കും. അപ്പോൾ സാറ് പറഞ്ഞത് മുദ്ര തെറാപ്പിയെക്കുറിച്ചുള്ള ക്ലാസ് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. മുദ്രയെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് പോവാം. ആവശ്യമുള്ളവർക്ക് വലിയ വിളയാണ്. എൻ്റെ ഫോൺ നമ്പർ സാറിൻ്റെ നിന്ന് വാങ്ങിച്ചുള്ള ഏത് സമയത്ത് വന്നാലും പഠനാവശ്യത്തിനും ധാരാളം ബുക്കുകൾ ഉണ്ട്, അതൊക്കെ ബന്ധപ്പെടാം. ഇത് 3 എന്നെ സംബന്ധിച്ച് പറയാം. ഇല്ലസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശരീരം, മനസ്സ്, ആത്മാവ്, ബുദ്ധി, അഹങ്കാരം, ഈ 5 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. നമ്മളെ ശരീരത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ശരീരം എന്താണെന്ന് പഠിക്കണം. നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ശ്രുതി, സ്മൃതി, അത് കഴിഞ്ഞാണ് അക്ഷരം വരുന്നത്. അപ്പം നമ്മുടെ എൻ്റെ സംഭാഷണത്തിൽ ചുണ്ടിൽ നിന്നാണ് നിങ്ങൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കേണ്ടത്. അതാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പവർ പോയിൻ്റ് ക്ലാസ് ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ അതൊന്നും യോഗയ്ക്ക് നമുക്ക് ഫലപ്രദമല്ല. കാരണം നമ്മുടെ എക്സ്പ്രഷൻസ് ഇത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ ബ്രെയിനിനെ കുറിച്ച് നല്ലൊരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന തേജോവലയത്തെക്കുറിച്ച് ഒരു വലിയ ചാപ്റ്റർ. അത് ഞാൻ വേറെ ബുക്കുകളൊന്നും കണ്ടില്ല. അമേരിക്കയിലെ ഒരു കലാബ്രോസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ എഴുതിയ ഒരു ബുക്കിനെ ആസ്പദമാക്കിക്കൊണ്ട്, പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഈ യോഗ ആചാര്യനാണ്, അദ്ദേഹത്തിൽ നിന്നും പഠിച്ച വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്, എനിക്ക് നിങ്ങൾക്കും എല്ലാം തേജോവലയമുണ്ട്. ആ തേജോവലയം നമ്മൾ ആകർഷിക്കുന്നതാണ്. ആ ആകർഷണത്തിലൂടെ കിട്ടുന്ന ഒരു ശക്തി നമുക്കുണ്ട്. ആ ശക്തിയിൽ നിന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള
ഈ കാര്യങ്ങൾ നമ്മളൊന്ന് അപഗ്രഹിച്ച് പഠിക്കാനാണ് ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഏത് യോഗാ പഠനത്തിന് മുമ്പും നമുക്കൊരു ഗുരുസ്മരണയുണ്ട്. അപ്പോൾ ആ ഗുരുസ്മരണ നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടച്ച്, ഇത് ചിന്മുദ്ര വയ്ക്കാം, ഈ മുദ്ര വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മുദ്ര വെച്ചുകൊണ്ട് കണ്ണടച്ച് നേരെ ഫ്രണ്ടിലേക്ക് ഒരു മിനിറ്റ് നോക്കുക. നേരെ നോക്കുമ്പോൾ ഒരു ബിന്ദുവിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അത് എൻ്റെ നെറ്റിയിലാവാം, ഇവിടെ ഗുരുവിൻ്റെ നെറ്റിയിലാവാം, ആ രൂപത്തിലാവാം, അല്ലെങ്കിൽ പുസ്തകത്തിലാവാം, എവിടെയെങ്കിലും നോക്കുക. അപ്പോൾ യോഗാ പഠനത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, സാധകരായ നമ്മൾ. 2, ഒരു ധ്യേയവസ്തു. 3, ഇത് 3നും കൂടെ ചേരുമ്പോൾ ത്രിപുടി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഗ്രഹിക്കുന്ന കാര്യം, ധ്യേയവസ്തു, പിന്നെ നമ്മൾ, ഈ 3ഉം കൂടെ ചേരുന്നതാണ്. അതിന് ത്രിപുടി എന്നാണ് യോഗയിൽ പറയുന്നത്. ഈ ത്രിപുടി നമ്മുടെ എല്ലാ പരിപാടികളുടെയും മുമ്പേ നമുക്കുണ്ടാവണം. നമ്മളൊരു പ്രസംഗത്തിന് പോവുകയാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് പോവുകയാണെങ്കിലും ഇത് നമ്മളിൽ ഉണ്ടാവണം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് ശാന്തപ്പെടുത്തും. അങ്ങനെ ശാന്തപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു പോയിന്റിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാവധാനം കണ്ണടയ്ക്കുകയാണ്. സിദ്ധാസനത്തിലേക്കാം, ഏതാസനത്തിൽ വേണം ഇരിക്കാം. എന്നിട്ട് സാവധാനം കണ്ണടയ്ക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ചൂട് അനുഭവപ്പെടും. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വിശ്രമം അനുഭവപ്പെടും. ശ്വാസം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഊർജം തോന്നും. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് വിശ്രമം തോന്നും. ചിന്തകൾ കടന്നു വരുന്നുവെങ്കിൽ അത് യഥേഷ്ടം കടന്നു പൊക്കോട്ടെ. പക്ഷേ നമ്മുടെ ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. രോഗഹാരിയാണ്. ഇത് നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കുന്ന, രോഗധാരിയും രോഗഹാരിയും എന്ന് ആയുർവേദത്തിലും സിദ്ധയിലും എല്ലാം പറയും. അത് ചെടികളിലുണ്ട്, ചിന്തയിലുണ്ട്, റൂമിലുണ്ട്, നമ്മുടെ പ്രവൃത്തിയിലുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഇതിനെ രോഗഹാരികൾ എന്ന് പറയുന്നത് രോഗത്തെ നശിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് വേണം. ആ മൈൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്വമേധയാ കിട്ടും. മനസ്സിലായില്ല? ആ മനസ്സാണ്. അപ്പം നമ്മളെ ശരീരത്തെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ശരീരം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എത്ര ശരീരമുണ്ട്? 5 ശരീരം. സാറിന് എത്ര ശരീരമുണ്ട്? അറിയില്ല. ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ഞാൻ ആര്? പേര് പറഞ്ഞു ഇല്ലേ? അതിലല്ലേ നമ്മൾ അറിയപ്പെടുന്നു. നമ്മുടെ സ്ഥാനം എന്താ? ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അല്ലേ? യഥാർത്ഥത്തിൽ അതാണോ നമ്മൾ? അല്ല. നമ്മളൊരു മനുഷ്യനാണ്, അല്ലേ? ഈ മനുഷ്യന് 3 ശരീരമുണ്ട്. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത് ഞാൻ ആര് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? എൻ്റെ പേര് ആദ്യം പറയും, അല്ലേ? എൻ്റെ സ്ഥാനം ആദ്യം പറയും. പക്ഷെ അതെല്ലാം നിഷ്ഫലങ്ങളാണ്. അപ്പം ഞാനാരെന്നുള്ള ചോദ്യത്തിൽ ഒന്നാമതായി വരുന്നത് ഞാനൊരു മനുഷ്യനാണ്, അല്ലേ? എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പട്ടിയാണ്. അതെന്താണ്? അതൊരു ജന്തുവാണ്. ഒരു പശുവാണ്, അതും ഒരു ജന്തുവാണ്. പക്ഷേ ഞാനും അതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് പറയാമോ? ഒരു പശുവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരു പട്ടിയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. യെസ്. ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളേ ഉള്ളവർ. ഒന്നെന്താണ്? ഭക്ഷണം. പിന്നെന്താണ്? കാമം. ആ കാമം കഴിഞ്ഞ് സൃഷ്ടി കഴിഞ്ഞാൽ, അടുത്ത സൃഷ്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ബന്ധവുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല, മനനം ചെയ്യുന്നവൻ ആരാണോ അവൻ മനുഷ്യൻ. ചിന്തിക്കാൻ, ആ ചിന്തിക്കാനുള്ള അവസ്ഥയാണ് നമ്മളെ ഇന്ന് എവിടെ എത്തിച്ചത്? ചന്ദ്രനിൽ പോകാനും ബാക്കിയുള്ള സ്ഥലത്ത് പോകാനും എല്ലാം പഠിപ്പിച്ചത്. ഇത് യുഗങ്ങൾക്ക് മുമ്പ് ശിവസംഹിതയിലും അതുപോലെ തന്നെ മകളുടെ ഭഗവത്ഗീതയിലും എല്ലാം ഞാൻ ആരാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിലാണ് ഞാനൊരു മനുഷ്യനാണ്,
എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്ക് മനനം ചെയ്യാനുള്ള കഴിവുണ്ട്.